വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. ഒമാനിലെ അൽ ആലം കൊട്ടാരത്തിൽ നടന്ന മീലാദ് സദസ്സിന് സാംസ്കാരിക മന്ത്രി നേതൃത്വം നൽകി. നബിദിനം പ്രമാണിച്ച് ഒമാനിൽ 341 തടവുകാരെ മോചിപ്പിച്ചു. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന മിലാദ് സദസ്സുകളിലും നബിദിനാഘോഷങ്ങളിലും നിരവധി പേർ പങ്കെടുത്തു. ഭരണകർത്താക്കൾ വിശ്വാസികൾക്ക് നബിദിന സന്ദേശം നൽകി. ഒമാനിലെ അല്ലാലം കൊട്ടാരത്തിലായിരുന്നു പ്രധാന ആഘോഷം. പ്രവാചകന്റെ ജീവചരിത്ര പാരായണത്തിന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക, കായിക, യുവജന മന്ത്രി സയ്യിദ് തിയാസിൻ ബിൻ ഹൈത്തം അൽ സെയ്ദ് നേതൃത്വം നൽകി. ഒമാനിലെ ഇസ്ലാമിക രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ, രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, സൈനിക മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുലർച്ചെ മുതൽ പള്ളികളിലും മദ്രസകളിലും നടന്ന മൗലീദ് പാരായണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. പ്രവാചക സന്ദേശങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നബിദിന സന്ദേശത്തിൽ പണ്ഡിതർ പറഞ്ഞു. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന നബിദിനാഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമായി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 341 തടവുകാർക്ക് വിശുദ്ധ ദിനത്തിൽ ഒമാൻ ഭരണാധികാരി മാപ്പ് നൽകി. ICFന്റെ നേതൃത്വത്തിൽ അൽഹയിൽ ബിലാൽ താലിമൂൻ മദ്രസയിൽ നടന്ന പ്രവാചക പ്രകീർത്തനത്തിന് ഹാമിദ് ജാസിം ജൗഹരി നേതൃത്വം നൽകി. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിപുലമായ നബിദിനാഘോഷങ്ങൾ വരും ദിവസങ്ങളിലും അരങ്ങേറും. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.